ഹാപ്പി ബർത്ത്ഡേ ടു താങ്ക് യു സോ മച്ച്. ഇത് എവിടെ അവള് കട്ടിൽ ഇത് എന്താണ് ഇത്? വെൽക്കം ടു പൊളി ഫാമിലി ചാനൽ വ്ളോഗ്. എന്താ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒന്നുണ്ട് കേട്ടാ. എന്റെ മുക്കാൽ ഭാഗം സ്വന്തങ്ങള് തമിഴിലുള്ളതുകൊണ്ട് തമിഴ് സംസാരിക്കണം പറയുന്നത്. ഹായ് സ്വന്തങ്ങളെ, വീഡിയോ എന്നാ என் பையன் மனோஜோட பர்த்டே சர்ப்ரைஸ் கிஃப்ட் கொடுக்கணும்ட்டு அதுக்கு என்னென்னமோ பிளான் பண்ணிட்டு இருக்க ஒரு ஆளு. ஆமா சொந்தங்களே, நீங்க தமிழ்ல பார்த்த மாதிரி தான் என் ஹஸ்பண்டுக்கு பர்த்டே ആണ്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോണ സർപ്രൈസ് ആണ്. என் கொரியர் வர்றான், ஓடுறான், வாங்குறான். என்ன வாங்குறதுன்னே தெரியல. சின்ன பாக்ஸ் இருக்கும், பெரிய பாக்ஸ் இருக்கும். இது என்னன்னு எனக்கு புரியல. കുറച്ചൊക്കെ അമ്മയ്ക്ക് അറിയാം, ഒരളவுக்கு தெரியும், ஆனா எல்லாமே தெரியாது. சர்ப்ரைஸ் வச்சிருக்கோம். இதுல ஒரு சர்ப்ரைஸ் வச்சிருக்கேன். நீங்க vlog பாக்கும்போது தெரியும். ஆமா, அதுல எவ்வளவு gift, அந்த கிஃப்ட்டுக்கு பின்னாடி என்ன வித்தியாசம்னு எல்லாம் உங்களுக்கு தெரியும். கிஃப்ட் நான் வந்து எல்லாமே ஆன்லைன்ல தான் பர்ச்சேஸ் பண்ணியிருக்கோம். கடையில் போய் வாங்க எனக்கு டைம் இல்லை. இந்த ஆளை விட்டுட்டு எனக்கு போக முடியாது. மட்டும் அவனுக்கு தெரியும் என்னென்ன ஒரு ஷர்ட், அது அவனோட இஷ்டத்துக்கு அளவுக்கும் பிடிச்ச மாதிரி எடுக்கணும்ட்டு அது மட்டும் கூட்டிட்டு போய் காமிச்சிருக்கு. இது மட்டும் தான் உனக்கு கிஃப்ட்னு சொல்லியிருக்கேன் நான் பர்த்டேக்கு. ஆனா மனோஜ் என்கிட்ட சொன்னான், அவன் இருக்கும்போது ஒவ்வொரு கொரியர் வரும்போது என்னமோ அவ பிளான் பண்றா, ஆனா இந்த அளவுக்கு தெரியாது. அப்பவே அம்மா പറഞ്ഞു അവൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് சொன்னா. அவ என்னமோ பிளான் பண்றா, என்னன்னு தெரிய மாட்டேங்கிறது. ஆனா நானும் சொல்லவே இல்லை. அதுக்கப்புறம் பேக்கிங்கும் அப்படிதான். நாங்கள் ஒவ்வொரு நாளும் தான் பேக் பண்ணிட்டு இருக்கோம். கடைசி வரைக்கும் பேக்கிங் தான் முடிச்சிருக்கோம். நீங்க மறக்காம பாருங்க சொந்தங்களே. அவனோட ஏஜ் தெரியணும்னா அந்த கிஃப்ட் எண்ணி பார்க்கணும். ஆமா, என்னென்ன கிஃப்ட் கொஞ்சம் பார்க்கணும். ஆனா பாய்ஸ் சேனல்ல நிறைய கிஃப்ட் கேர்ள்ஸ் மாதிரி கொடுக்க முடியாது. நான் வந்து என்னென்னமோ பார்த்து உனக்கு பைத்தியமானு கேட்பா லாஸ்ட். அந்த அளவுக்கு என்னென்னமோ இங்க பாருங்க ஒரு குட்டி, இங்க பாருங்க ஒரு குட்டி കുഞ്ഞു പെണ്ണാണ് ഫസ്റ്റ് കൊടുക്കുക ഗിഫ്റ്റ്. ഇല്ല പിന്നെ 5 മണി 10 മണി ഒരു ഹായ് സ്വന്തങ്ങളെ പയ്യൂ. ഹാപ്പി ബർത്ത്ഡേ അച്ഛേ പറയേ. Happy birthday to you. Happy birthday to you. Thank you. കുഞ്ഞിപ്പെണ്ണാണ് ഫസ്റ്റ് ഗിഫ്റ്റ് തരിക. ഇത് അമ്മ ഇറങ്ങുമ്പോഴുള്ള ചെടിയാണ്. വിധി സ്വത്ത് പെണ്ണെ, നിന്റെ അമ്മ കണ്ട സർപ്രൈസ് വന്നിട്ട് അച്ഛനെ ഞെട്ടിക്കണത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരുടെ ബർത്ത്ഡേ ആണ്? അച്ഛന്റെ പിറന്നാളാണ്. കുഞ്ഞിപ്പെണ്ണിന്റെ പിറന്നാൾ ആഘോഷിക്കട്ടെ നമുക്ക്. എന്നാലും അവളെന്നെ ഞെട്ടിച്ച് കളഞ്ഞോ. റിയലി അൺഎക്സ്പെക്ടഡ് ആയിട്ട്. സത്യം പറഞ്ഞ ഇത് പ്രതീക്ഷിച്ചില്ല. ഇവളെങ്ങനെ ഒറ്റയ്ക്ക് പോയി ഇതൊക്കെ സംഘടിപ്പിച്ച്? അതാണ് ഞങ്ങളുടെ ഐഡിയ. വണ്ടി ഓട്ടില്ല. ഓ, ഇതിന്റെ ബാക്കിലെ കുതന്ത്ര ബുദ്ധി എന്റെ അമ്മയുടെ. കുതന്ത്ര ബുദ്ധി എന്റെ ഒന്നല്ല, അതാ എത്ര കാലത്ത് അവളുടെ പ്രയത്നമാണ് അറിയോ ഇതിന്റെ പിന്നില്. ഇനി ഇതിന്റെ പുറകെ സർപ്രൈസുകൾ വന്നുകൊണ്ടിരിക്കും. ശരി വരും, എന്റെ മകളെ വെച്ചിട്ട് കട്ട് ചെയ്യണല്ലോ. ഹാപ്പി ബർത്ത്ഡേ. ആർക്ക്? അച്ഛനെ. ഹാപ്പി ബർത്ത്ഡേ അച്ഛേ പറയ്. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. അടുത്ത് ഒരുപാട് ഞെട്ടല്. ചീരി പടക്കം കൊണ്ടുപോലെ ഞെട്ടാൻ പോണോ. അതാണ് അമ്മേന്റെ ഗിഫ്റ്റ് ആയിരിക്കും.
അതമ്മ ചടപടച്ചടപടാതെ പൊട്ടുന്ന പടക്കായിരിക്കോ? ഇത് എനിക്ക് പ്രാന്തായ എന്റെ നാട്ടുകാർക്ക് പ്രാന്തായ സലീം കുമാറിന്റെ ഡയലോഗ് പോലെ ആയല്ലോ. എന്റെ മകളെ നോക്കണം നോക്ക്. ഇടയ്ക്കിടയ്ക്ക് മഞ്ജു എന്നോട് പറയില്ലേ അമ്മയ്ക്കും എനിക്ക് അറിയുള്ളൂ എന്ത് ഗിഫ്റ്റിനെ പറ്റിയില്ലേ മാ? ആ എനിക്കറിയാം. ആ. എന്റെ അടുത്ത് പറയണ്ട പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ വിട്ടു. അത്രയ്ക്ക് ബുദ്ധിയുള്ള ആളുകളൊക്കെ ഉണ്ടോ വീട്ടില്? ഇതിന് ബുദ്ധിയല്ല. മകളാണ് ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുക. ഹാപ്പി ബർത്ത്ഡേ അച്ഛേ. ഫസ്റ്റ് ഗിഫ്റ്റ് എന്റെ മകളാണ്. സ്വന്തങ്ങളെ പാരങ്ക സ്വന്തങ്ങളെ ഓപ്പൺ ചെയ്യണം. ഇങ്ങനത്തെ ഹാപ്പി ബർത്ത്ഡേ ഡാഡാ. വാ വാ എന്റെ സ്വത്തിന് എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ അല്ലേ? നീ എന്തിനാ ബർത്ത്ഡേ ഗിഫ്റ്റ്? ഇനി എന്റെ ഗിഫ്റ്റ് വേണ്ടേ? എന്റെ ഗിഫ്റ്റ് ഇതാ. എന്റെ ഗിഫ്റ്റ് പിടിച്ചോ. അതാ അതാ ഗിഫ്റ്റ്. ഇതാണ് ഗിഫ്റ്റ്. മകളാണോ എന്റെ ഗിഫ്റ്റ്? ഇതിലും വലിയ ഗിഫ്റ്റ് എനിക്ക് ഈ ലോകത്ത് എന്താ ഉള്ളത്? എന്താ ഉള്ളത് അല്ലേ? കട്ടിന്റെ അടിയില് ഇത് എന്താണ് ഇത്? എന്താ കുഞ്ഞാ? നോക്കു മകനെ. അതെന്താണെന്ന് പറഞ്ഞാൽ സർപ്രൈസ് ഇല്ല. പിന്നെ ഞാൻ ആ. പറയാം. ഇതെന്താണെന്ന് ഗസ് ചെയ്യ്. ഇതെന്തൊരു ഫ്രെയിമാണ്. അത് വരെ മനസ്സിലാവും. ഇതിൽ നോക്കുമ്പോ അറിയാലോ. അതാ ഇതാ ഇവളെന്റെ ഫോണ് വാങ്ങിയപ്പോഴേ വിചാരിച്ചു. അത് കണ്ടില്ല. ഇല്ല എന്റെ സ്വത്ത് മകള്. അത് നോക്ക്. ഇഷ്ടായോ? ഞാനൊന്ന് വിചാരിച്ചോളൂ ഇതേപോലത്തെ ഒരു ഫ്രെയിം അടിക്കണം എന്ന് വിചാരിച്ചു. അതാണ് ഞാൻ. ഓരോ മാസം അതാണ് നല്ല പാതി. ബെറ്റർ ഹാഫ്. ബെറ്റർ ഹാഫ്. നോക്കട്ടെ കാട്ടി കണ്ടില്ല. അതാണ് മഞ്ജ ഞാൻ. രാമ ഒരു കർച്ചീഫ് കൊണ്ടുവരട്ടെ രാമു. ജലദോഷമായിട്ട് മൂക്കിലേക്ക് വെള്ളം വന്നിട്ട് കുളിക്കാൻ തോർത്താ ഇത് അത് ടവല്. ആ ഇത് കുളിക്കാനുള്ള ടവല്, അത് മൂക്ക് തുടയ്ക്കാനുള്ള ടവല്. ഇതെന്തിനാണ് അത് തലേ കെട്ടുന്നത്. ടവല്? ആ ഇത് നിത്യോപയോഗ സാധനം. ഉപയോഗ സാധനങ്ങളാണ് എല്ലാം വാങ്ങിയിരിക്കണേ. ഇങ്ങനെ കെട്ടാനുള്ളത്. ആ ശരി അതോ ഒന്ന്. ആ തല കെട്ടിക്കൊന്നു. ആ ആ. ഇത് 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 എടുത്തോളൂ. ഏകദേശം ഷർട്ട് വാങ്ങുമ്പോ മഞ്ജുന് അറിയാൻ തോന്നണോ? ആ. അത് മഞ്ജനെയും കൂട്ടിട്ട് പോയിട്ട് എടുത്ത് തോന്നുന്നുണ്ട് ഇല്ലേ? ആ വഴി എനിക്കില്ല. ഇത് നമുക്കറിയാ. ആ വാവ്. ആ. ഇതറിയാം. ഡെയിലി ഒരു കൊറിയർ വരുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം കൊറിയർ വരുത്തണേ. അല്ല എന്തെങ്കിലും ഒരു ഇതല്ല രസം. അല്ല, ഇതിന്റെ ഇടയില് ഞങ്ങൾ ആലപ്പുഴ പോയപ്പോ 2 കൊറിയർ വന്നിട്ട് മഞ്ജ ഞാൻ പോയി വാങ്ങിട്ട് വരാ പറഞ്ഞപ്പോ വേണ്ട 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 അതൊക്കെ നാളെ വാങ്ങാ പറഞ്ഞ് നിർത്തി വെച്ചതാണ്. ഇത് സ്വന്തങ്ങളെ ഈ വീട് ചിലപ്പോ 2 മണിക്കൂറൊക്കെ ആവും. നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം please. ക്ഷമയോടെ കാത്തിരിക്കുക. കാരണം എന്താ, ഒരു ലോഡാണുള്ളത്. ഇതെന്താ ഇത്ര ഗിഫ്റ്റ് പറയാം? ഐഡിയ ഉണ്ടോ? ഗസ് ചെയ്യൂ. ഇതിന്റെ പുറകിൽ എന്താ ഒരു സ്റ്റോറി പറയും? സ്റ്റോറി അല്ല, മീൻസ് ഞാൻ എന്താ ഉദ്ദേശം പറയും. എന്താ ഉദ്ദേശം അറിയില്ല. അറിയില്ല. നിനക്ക് കുറച്ച് പ്രാന്ത് വന്നിട്ടുണ്ടോ അതാണ് ഉദ്ദേശിച്ചത്. ഗിഫ്റ്റ് ഇത്രയും വാങ്ങിക്കൊണ്ടിട്ടേ എന്തെങ്കിലും കട നടത്താനുള്ള പരിപാടി വല്ലതും ഉണ്ടോ? അത് നിങ്ങളുടെ ഇഷ്ടം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടുട്ടാ. ഇവളെപ്പോഴും പറയും എന്റെ മസിൽ ഇങ്ങനെ പുറത്ത് കാണുമ്പോൾ ഓ എനിക്ക് വയ്യ, ഞാൻ ഏത് ഓടണം, ഞാൻ ക്യാമറയും കൊണ്ട് ഓടും. ഇതിട്ടേ ഇങ്ങനെ എടുത്തിരിക്കാതെ കുഞ്ഞിപ്പന്നെ ഇതിന് കൗണ്ടർ കമന്റ്സ് വരുന്നത് ആയിക്കോട്ടെ. എടുക്കൂ, സമയമാകുന്നു. ഇത് ചായ കപ്പ്. ഇവിടെ ഇവിടെ ബോക്സ്
ഇനി എന്റെ ഭാര്യന്റെ കയ്യിൽ നിന്ന് ഡെയിലി ഒരു ബൂസ്റ്റോ ഹോർലിക്സോ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. എന്റെ ഭാര്യ കപ്പ് സ്പോൺസർ ആയിരിക്കാൻ രാവിലെ എന്തായാലും ചായ കുടിക്കാൻ ചെറിയ കപ്പ് കുറച്ച് കുടിച്ചാ മതി. വെറും കപ്പ് മാത്രമല്ല തരേണ്ടത്, ഇതില് മൊത്തം ഡെയിലി നീ ചായ ഉണ്ടാക്കിയിട്ട് ചായ പറ്റില്ല. ഇത് വാങ്ങി തന്നാ ഇനി നീ ഡെയിലി നീ അനുഭവിക്കണത്. ഓപ്പൺ ചെയ്തിട്ടില്ല, ഐഡിയ ഇല്ല. ഞാൻ എന്താ അറിയോ, മഞ്ജന്റെ ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മഞ്ജൻ അറിയാതെ ഫോൺ നമ്പർ ഒക്കെ ഡിലീറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പേരും പറഞ്ഞിട്ട് ഇതെന്താ പറയും കൂളിംഗ് ഗ്ലാസ്. ഇത് എന്തായാലും പൊളിച്ചു. ഒരു 2 ദിവസം കഴിഞ്ഞ് ഇവള് ഈ ഗിഫ്റ്റ് വെയിറ്റ് ചെയ്യാൻ വെച്ചാണോ പറഞ്ഞത്? സത്യമാണ്. ഞാൻ ലാസ്റ്റ് 2 ദിവസമായിട്ട് കഴിഞ്ഞ ആഴ്ച തൊട്ട് പറയണം എന്റെ കൂളിംഗ് ഗ്ലാസ് മിസ്സായി, വാങ്ങണം പറയണം. എന്തായാലും നീ വേറെ നിന്റെ മുന്നിൽ ഞാൻ കുറച്ച് പൊന്തി നിൽക്ക ഉയരങ്ങളിലേക്ക് വീഴണ്ട. എന്തായാലും ഗിഫ്റ്റ് വാങ്ങി പൊട്ടിച്ചിട്ട് ഇത് രാമു അച്ഛന്റെ കയ്യിൽ ഇച്ചെന്നൊക്കെ അറിയാമോ? വാങ്ങി ആടാശക്കെ എന്താണത്? 2021 മുതൽ ഈ പോസ് തന്നെയാണ് എല്ലാ ഫോട്ടോയും. എപ്പി ഇருக்கு സ്വന്തങ്ങളെ? എപ്പി ഇருக்கு? വെച്ചില്ലേലും അഴകന്നെ മഞ്ജ. അയ്യോ മഞ്ജു സിനിമയ്ക്ക് പോയ കാരണമാണ് ഇത്രയും സമയം വൈകിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴേ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതുകൊണ്ട് എന്താ എനിക്ക് കുറച്ച് പാക്കിയ സമയം. ബെൽറ്റ്, നിത്യോപയോഗ സാധനങ്ങൾ. അല്ലാണ്ട് നിങ്ങൾക്ക് എന്താ വാങ്ങി തരിക? അല്ല ഇതിപ്പോ കറക്റ്റ് ആണ്. എന്താ വെച്ചാൽ ഒരു പിറന്നാളിന് എങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് എന്റെ ഭാര്യ തെളിയിച്ചു കഴിഞ്ഞു. ഒരാൾക്ക് ഉപകാരമുള്ളത് ജസ്റ്റ് ഒന്ന് വാങ്ങി എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി നമ്മൾ ആ ഒരു സമയത്തെ ഹാപ്പിനെസ് ഉണ്ടാവും. പിന്നെ അത് ജസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ഇതാകുമ്പോ ഡെയിലി ഇടുമ്പോ എന്റെ ഭാര്യനെ ഓർക്കാലോ. കൂളിംഗ് ഗ്ലാസ് ഇടുമ്പോ ഭാര്യനെ ഓർക്കണം, ഷർട്ട് ഇടുമ്പോ ഭാര്യനെ ഓർക്കാം, ബെൽറ്റ് ഇടുമ്പോ ഭാര്യനെ ഓർക്കാം. ഇതിവിടെ കുറച്ച് എന്തൊക്കെയൊക്കെ ഉണ്ട്. എത്ര ഓർക്കോ അമ്മ? അതിനിടയില് അമ്മനെ മറന്നുപോയി കൊണ്ട് സങ്കടപ്പെട്ട അതൊന്നും ഞാൻ സങ്കടപ്പെടില്ല. അമ്മ ഇവിടെ ഉള്ളത് ബട്ടൺസ് ഇടുമ്പോ ഇവിടെ തട്ടുമ്പില്ലേ, ഷർട്ടിന്റെ ബട്ടൺസ് ഇടുമ്പോ തട്ടില്ലേ? അപ്പൊ ഞാൻ അപ്പൊ ടീഷർട്ട് വാങ്ങാം. അതിന് ടീഷർട്ട് ബട്ടൺ ഇല്ലാത്തത്. അമ്മ വല്ല ലോൺ വല്ല കുടുംബശ്രീന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടോ? ചെറിയ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, അത് അടയ്ക്കേണ്ട ബാധ്യത. എന്റെ പൊന്നേ, ഞാൻ എന്റെ മനസ്സിലൊക്കെ വേറെയാണ് ഇതൊക്കെ വാങ്ങാൻ പൈസ എവിടെ നിന്നാണ്? അതുകൊണ്ട് ഞാൻ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കണെന്നുള്ളതല്ലേ. എന്റെ കുട്ടികളുണ്ട്. കുഞ്ഞിപ്പെണ്ണെ മണമുണ്ടാ? എന്റെ കുട്ടിക്ക് ആകെ കൺഫ്യൂഷൻ. എന്താ അവിടെ പരിപാടി വരുന്ന്? എന്താണ് കുട്ടുമ്പോ കുട്ടു എള്ളുണ്ടോ? സംഭവം എന്താ വെച്ചാൽ ഓരോ ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്നു, ബാക്കി ചില്ലറ ഇല്ലാവട്ടെ എന്തെങ്കിലും കൊടുക്കും. ഗൈസ് നിങ്ങൾ നോക്കിക്കോളൂ, ചില്ലറിലാണ് കൊടുത്ത ഐറ്റംസ് ആണ് ഇതൊക്കെ. അല്ല ഇതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. നീ അത് നീ കണ്ടുപിടിക്ക. ഇല്ല ഇത്രയും ഗിഫ്റ്റുകൾക്ക് എന്താണ് പറയും? അതെനിക്ക് അറിയില്ല.
ആ അത് ലാസ്റ്റ് നീ തന്നെ ആ ഒരു സർപ്രൈസ് വെളുക്കും. ആ. അടുത്ത എപ്പിസോഡ് ഇടാൻ പറ്റുമോ? പറ്റില്ല, ഇപ്പൊ പൊട്ടിക്കണം. ഗിഫ്റ്റ് പാർട്ട് 1 പാർട്ട് 2 ആക്കി ഇടും. മുണ്ടാണ്ട് ഉറങ്ങ. അത് കഴിഞ്ഞു. നാളെ മുതൽ എന്റെ വണ്ടിയുടെ കീച്ചൻ. പണ്ട് എപ്പോഴും ഒന്നും കീച്ചനില്ല മഞ്ച. പണ്ട് ഒരു അയ്യോ ഈ സമയത്ത് എടുക്കണം, പക്ഷെ തെരഞ്ഞു കഴിഞ്ഞാൽ സമയം പിടിക്കുക. എന്റെ ബാഗിൽ ഇപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു സാധനമുണ്ട്. എന്താണ് നിങ്ങൾ ലവ് ചെയ്യണപ്പോ തന്നതാണ്? ആ ഫസ്റ്റ് അവള് പ്രപ്പോസ് ചെയ്ത സമയത്ത് ഒരു വിലപിടിപ്പുള്ള ഒരു സാധനം തന്നിട്ടുണ്ട്. അത് ഏകദേശം എന്റെ പ്രായം ആയതുകൊണ്ടാണ് കുറച്ച് മൂത്ത് കൊരണ്ടി പോലെ ആയിരിക്കണത്. പക്ഷെ എന്നാലും ആ ഒരു സ്നേഹത്തിന്റെ പ്രതീകം ഞാൻ ഇതുവരെയും എന്റെ ഷോൾഡറിൽ താങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ട് ഡെയിലി. എങ്ങനെ കുറച്ച് ക്രഞ്ചായി പോയില്ലേ? നിങ്ങൾ ഇതൊക്കെ സഹിക്കണേ, കുറച്ച് ക്രഞ്ചായി പോയി. കാരണം ഇതൊക്കെ കാണുമ്പോഴേ കുറച്ച് പ്രാന്തായി, കുറച്ച് ചെറിയൊരു പ്രാന്ത് വന്നോന്നുള്ള സംശയമുണ്ട്. ഇതിലൊരു പ്രത്യേകതരം സാധനമുണ്ട്. അത് നിങ്ങൾ വിജയ് ഫാൻസ് ആണെങ്കിൽ അത് എല്ലാവർക്കും അറിയും. എന്താ ഇത് ഇളയ ദളപതിക്ക് എനിക്ക് മാത്രം കറക്റ്റായിട്ട് ചേരുള്ളൂ. അത്രയും ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റ് എണ്ണിയാ അവന്റെ വയസ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെയാണ് പോയിന്റ്. ഞങ്ങളുടെ പ്രണയത്തിന് സൂചന. ഇതിനൊരു വലിയ കഥയുണ്ട് ഗൈസ്. ആ കഥ ഒരു എപ്പിസോഡ് ആക്കാം. ഒരു എപ്പിസോഡ് ആക്കാം. കാരണം എങ്ക ലവ് സ്റ്റോറിന്റെ കഥ ഇതാണ് കീ ഇല്ലേ? ഇതേ ബ്രാൻഡ്, ഇതേ സാധനം. പക്ഷെ ഡേറ്റ് മാത്രം ഇത് പുതിയതായി പോയി, 2 കൊല്ലം കഴിഞ്ഞതുകൊണ്ട്. ഇനിയുണ്ടോ? താങ്ക് യു സോ മച്ച്. പക്ഷെ ഇതും കൂടി ഇതിൽ ചേർത്തണം ഏജില്. ഈ ഗിഫ്റ്റ് കൂട്ടണ്ട, ഈ ഗിഫ്റ്റോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ എത്ര ഗിഫ്റ്റ് തന്നോ അതാണ് എന്റെ ഏജ്. റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കണില്ല, അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ കമന്റ് ചെയ്തോളൂ ഗൈസ്. ശരി, എന്റെ സ്വന്തങ്ങൾ നമ്മൾ തമിഴ് സ്വന്തങ്ങൾ ഇருக்கு, പക്ഷെ ഫുള്ള മലയാളം பேசிட்டா தெரியும். ரொம்ப സന്തോഷമാ இருக்கு. ശരി, ഒരുപാട് ഞാൻ അങ്ങനെ ഒന്നും പറയുന്നു, അതൊരു ക്രഞ്ചായി പോകും. എനിക്ക് എന്തായാലും ഇനിയിപ്പോ ഫോണ് കട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു സ്നേഹപ്രകടനം ഉണ്ട്. ദാറ്റ് ഈസ് റിയൽ. ഓക്കെ. എന്റെ കുഞ്ഞിന് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. 11 മണിയായി. അതുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ്. ഹാപ്പി ഡേ. ഞാൻ ഇത്രയും കാലമായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമാണ്. ഈ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ആരെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടുണ്ടോ? ഇതുപോലെ ആരും ഗിഫ്റ്റ് തന്നിട്ടില്ല. ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, സർപ്രൈസ് ആയിട്ട് കുറെ തന്നിട്ടുണ്ട്, കുറെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അത് കൊടുക്കാൻ എനിക്ക് ഭാഗ്യം തന്നതിന് ദൈവത്തിനോട് നന്ദി. അതെന്താ ഓൾറെഡി ഞാനിത് കഴിഞ്ഞ വർഷം കൊടുക്കണം എന്ന് വിചാരിച്ച ഗിഫ്റ്റ് ആണ്. അപ്പൊ എനിക്ക് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് വീഡിയോ കട്ട് ചെയ്തിട്ട് വേണം ചോദിക്കണം അതൊക്കെ എങ്ങനെ നീ സംഘടിപ്പിച്ചു. അത് ഞാൻ ലോൺ എടുത്ത് ഞാൻ പറഞ്ഞില്ല, ലോൺ അടക്കേണ്ട കടമ മഞ്ചാണ്. എന്തായാലും അപ്പോ എങ്ങനെയുണ്ട് എന്റെ ഗിഫ്റ്റ് ഒക്കെ? ഇഷ്ടമായോ? പിന്നെന്താ ഇഷ്ടമാവണ്ടേ? ക്യാമറമാന്റെ കണ്ണ് അടഞ്ഞടഞ്ഞു പോണു. സ്വന്തങ്ങളെ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ரொம்ப സന്തോഷமா இருக்கு எனக்கு. Anyway, once again happy birthday to you, my dear. Thank you so much. Bye.